ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു രാവിലെ മുതലുള്ള വീഡിയോ ആണ്. ഇതപ്പോൾ അതുപോലെ രാവിലെ ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീച്ചാട് ഉള്ളെടുത്താട് ഞാനിതാ ജനൽ തുറക്കാൻ പോകുന്നതാണ് കേട്ടോ. ആ ജനൽ തുറന്നിട്ട് 5 മിനിറ്റ് ഞാൻ അവിടെ തന്നെ ഇരിക്കും കേട്ടോ. ഒരു 5 മിനിറ്റ് നേരത്തെ എണീച്ചിട്ട് പിന്നെ അടനെ ഇരിക്കും കേട്ടോ. എന്താ വെച്ചാൽ ജനൽ തുറന്നാൽ നല്ലൊരു കാറ്റ് വരാനുണ്ട് കേട്ടോ. ആ സുബൈക്ക് ഒരു രാവിലെ നല്ലൊരു തണുത്ത കാറ്റ് വരാനുണ്ട്. അത് നമുക്ക് മുഖത്തടിക്കുമ്പോൾ പ്രത്യേക ഒരു ഫീലും നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം മുഴുവനും നമുക്ക് നല്ല സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാവും കേട്ടോ. ആ പണിയെടുക്കാനുള്ള ഒരു എനർജിയും എല്ലാം കിട്ടിക്കോളും. അപ്പം ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെയ്തു നോക്കാം. അപ്പം ഇത് പറഞ്ഞറിയിക്കാനൊന്നും കഴിയില്ല കേട്ടോ. അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ ആ കാറ്റും ആ ഫീലിംഗ് അല്ല കേട്ടോ. അപ്പോൾ ഇതാ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഞാനിതാ നിസ്കാരക്കുപ്പായ മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നിസ്കാരക്കുപ്പായ എപ്പോൾ ചുറ്റി വെക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് മടക്കി വെച്ചാൽ നമുക്ക് ആ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഇടാനുള്ള ഒരു തൃപ്തി കിട്ടണമെങ്കിൽ നിസ്കാരക്കുപ്പായ എപ്പോൾ നമ്മൾ മടക്കിയിട്ട് തന്നെ വെക്കണം കേട്ടോ. അപ്പം ഇതാ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് ഓതുന്നുണ്ട് കേട്ടോ. അപ്പം രാത്രി കുറച്ച് പണികളെല്ലാം ചെയ്തുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുള്ള പണിയെല്ലാം രാത്രി ചെയ്തുകൊണ്ട് വലിയ പണി ഉണ്ടാവില്ല രാവിലെ. അപ്പോൾ രാവിലെ കുറച്ച് സമയം ഓതിയതിന് ശേഷം ഞാൻ കുറച്ച് സമയം അവിടെ ഇരിക്കുകയും ചെയ്യും. അപ്പം ഇരുന്നതിന് ശേഷം കുറച്ചൊന്ന് റിലാക്സ് എല്ലാം ആയതിന് ശേഷം അടുക്കളയിലേക്ക് പോകും. അപ്പോൾ വെളിച്ചം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ജനലടക്കുകയായിരുന്നു. അപ്പം ജനൽ തുറന്ന് വെക്കില്ല കേട്ടോ. എന്താ വെച്ചാൽ വണ്ടികൾ പോകുമ്പോൾ ഭയങ്കര ഉള്ളിലേക്ക് തന്നെ കാണും കേട്ടോ. അപ്പം ജനൽ ഞാൻ ആ സുബഹിക്ക് തുറന്ന് വെച്ചാൽ ഇങ്ങനെ വെളിച്ചം വരുമ്പോൾ ഞാൻ ഒന്ന് അടക്കും കേട്ടോ. ഇനി ഇതാ ഞാൻ തലേന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിയാ സീഡ്. എന്നോട് ഒരാൾ കമൻറ്റിൽ പറഞ്ഞതാണ് കേട്ടോ. ചിയാ സീഡ് തലേന്ന് കുതിർത്തി വെക്കാൻ. അപ്പോൾ അതേപോലെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക ടിപ്പാണ് കേട്ടോ പറഞ്ഞാൽ. അപ്പം അത് കുതിർത്തി വെച്ചുകൊണ്ട് നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ടായിന്. അപ്പോൾ ആ വെള്ളം ഞാനിങ്ങനെ അവിടെ ഇരുന്നിട്ട് കുടിക്കുക എന്നിട്ട് ചെയ്യുന്നു. ഞാൻ ചിയാ സീഡ് അല്ലെങ്കിൽ നമ്മൾ രാവിലെ എപ്പോൾ വെറും വയറ്റിൽ വെള്ളം കുടിക്കണം. അപ്പം ഇത് വീഡിയോ കാണാത്ത മുമ്പൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ടൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ചിയാ സീഡിൻ്റെ വെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ എന്തെങ്കിലും വെറും വയറ്റിൽ കുടിക്കണം കേട്ടോ. നല്ലൊരു ഫീലിംഗാണ്. അപ്പം ഞാനിതാ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കറിക്ക് വേണ്ടതും എല്ലാം എടുത്ത് വയ്ക്കുക എന്നിട്ട് ചെയ്യുന്നത്. അപ്പം വലിയ പണിയൊന്നും ഉണ്ടായിട്ടാ. പച്ചക്കറി അരിയാൻ ക്യാരറ്റാണ് നട്ടുണ്ടായിന്. അതുകൊണ്ട് ഞാൻ തലേന്ന് പച്ചക്കറി അരിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ അരിയാന്ന് വിചാരിച്ചിട്ട് ബീൻസും പയറും കയ്പ്പൊക്കെ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഞാൻ തലേന്ന് അരിഞ്ഞു വെക്കും കേട്ടോ. ഇത് ക്യാരറ്റ് ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അരിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് അരിയാന്ന് വിചാരിച്ചേട്ടാ. ഇപ്പോൾ രാവിലെ തന്നെ അരിഞ്ഞെടുക്കുകയെന്ന് ചെയ്യുന്നത്. അപ്പം ഞാൻ കറിക്കും എല്ലാം അരിഞ്ഞ് സെറ്റാക്കിയതിന് ശേഷം ഞാൻ പണിയെടുക്കാൻ തുടങ്ങുമല്ലോ കേട്ടോ. അപ്പം ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങൾ സെറ്റാക്കി വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും കാണില്ല. അരിഞ്ഞതും സവാള ഉണ്ടെങ്കിൽ സവാള അരിയുക എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ ആ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്തേക്ക് പോയാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടോ ഒന്നും കാണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കാം. നല്ലൊരു രസമാണ് കേട്ടോ പണിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കാന്താരി മുളക് അതിലേക്ക് തന്നെ ഇടുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലോണം തന്നെ കാന്താരി മുളക് ഇടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാന്താരി മുളക് നല്ല ഗുണങ്ങളാണല്ലേ. കൊളസ്ട്രോളെല്ലാം എല്ലാം പോയി കിട്ടും. അപ്പം മാക്സിമം നമ്മൾ കാന്താരി മുളകെല്ലാം ഉണ്ടെങ്കിൽ മുറ്റത്തെല്ലാം നമ്മളെ പുറത്തെല്ലാം മുറ്റത്ത് കാന്താരി മുളകെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഇടാം കേട്ടോ. പച്ചമുളക് ഇടാണ്ട് ഇങ്ങനെ മാക്സിമം നമ്മൾ വറവിനും അങ്ങനെയെല്ലാം വെക്കുമ്പോൾ എന്തായാലും കാന്താരി മുളകെല്ലാം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പം ചില ആളിങ്ങനെ പറിക്കാനെല്ലാം ബുദ്ധിമുട്ട്. മുമ്പൊക്കെ ഞാൻ അങ്ങനെയാണ് കേട്ടോ. പറിക്കാനെല്ലാം ബുദ്ധിമുട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര മടിയാണ്. അത് മുറിക്കാനും ഒരു പണിയല്ല മുറിക്കാനെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുമ്പൊക്കെ ഒന്നും ഇടയില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ എപ്പോൾ ഇത് പറിച്ചിട്ട് പച്ചമുളക് വാങ്ങിക്കലേ കുറവാണ് കേട്ടോ. വാങ്ങിക്കലില്ല എന്ന് തന്നെ പറയാം. എല്ലാത്തിനും ഞാൻ ഇതേപോലെ തന്നെ കാന്താരി മുളക് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യൽ. നല്ലൊരു ടേസ്റ്റും ഉണ്ടാകും. നമുക്ക് ഹെൽത്തിനും നല്ലതല്ലേ. നമുക്ക് കൊളസ്ട്രോളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടും. അപ്പോൾ സവാളയെല്ലാം ഞാൻ തലേന്ന് തൊലികളെല്ലാം കളഞ്ഞ് വെച്ചുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടാ. അവിടെ കൗണ്ടർ ടോപ്പിൽ തൊലികളാവാനോ അങ്ങനെയൊന്നും
ഉണ്ടായിട്ടുമില്ല. പിന്നെ നമുക്ക് ആ തൊലികൾ കളയുമ്പോൾ എല്ലാം ഒരു പണി തന്നെയല്ലേ. അപ്പോൾ ഇങ്ങനെ തലേന്ന് തൊലികളും സവാളേൻ്റെ തൊലികളും അതെല്ലാം കളഞ്ഞ് വെച്ചാൽ നമുക്ക് നല്ലതാണ്. ഇനി ഇതായി തക്കാളിൻ്റെയും ഉള്ളിൻ്റെ എല്ലാം നമ്മുടെ ഈ നടുക്കത്തെ ഭാഗം ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. അത് ഭയങ്കര ഡേഞ്ചർ പിടിച്ച ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്, സ്റ്റോണിനെല്ലാം സാധ്യതയില്ല ഒരു സാധനമാണ് കേട്ടോ അത്. നമുക്ക് മൂത്തത്ത് കല്ലെല്ലാം വരുമ്പം അത് ഭയങ്കരമായിട്ട് തക്കാളിയിൽ അങ്ങനത്തെ ഒരു ഭാഗത്തു നിന്നെല്ലാം വരുന്നതെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പം നമുക്ക് അനുഭവം ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. എൻ്റെ ഉപ്പാക്ക് ഉണ്ടായിട്ടുണ്ടായിന്. അപ്പം അത് മാക്സിമം നമ്മൾ പിന്നെ ഇതെങ്കിൽ കളയാൻ ശ്രദ്ധിക്കണം. തൊലിയെല്ലാം കളയണം എന്നല്ലാന്ന് കേട്ടോ പറയുന്നേക്കൽ തക്കാളിൻ്റെ അതൊന്നും നമുക്ക് എന്തായാലും ആകൂലല്ലോ. അപ്പം മാക്സിമം അതെങ്കിൽ കളഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ ഇതാ എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വറവിന് വേണ്ടതും കറിക്ക് വേണ്ടതും എല്ലാം ഉച്ചക്കേക്കിലെ കറിക്ക് വേണ്ടതും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിന്. അപ്പം രാവിലെ ഞാൻ മുട്ടക്കറിയൊക്കെ അതിൽ വെച്ചിട്ടാണ്. അപ്പോൾ കറി വെച്ചിട്ടുണ്ടായിന്. അപ്പം ഞാനിതാ മുട്ട വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിട്ട് വെറുതെ ലെങ്ത് കൂടാണ്ടായി വെച്ചിട്ട്. അപ്പം ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ, ഞാൻ ഇടാം. അപ്പം ഇങ്ങനത്തെ മുട്ടക്കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. പത്തിനായാലും ദോശക്കായാലും പൂരിക്കായാലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്നായി കിട്ടുകയും ചെയ്യും. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കറിയാണ് കേട്ടോ. ഇങ്ങനെ മുട്ട ഒഴിച്ചിട്ടുള്ള കറി, മുട്ട പുഴുങ്ങിയിട്ടല്ല ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് തന്നെ ഒഴിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കറി. അപ്പോൾ ഇന്ന് പത്തിലും ഈ മുട്ടക്കറി ആക്കാൻ വിചാരിച്ചേട്ടാ. അപ്പം ഇതാ കറി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മളെ പത്തിലൂടലാണ് കേട്ടോ. അപ്പോൾ പത്തിന് അരിയെല്ലാം അരച്ച് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അരച്ചത് ഫ്രിഡ്ജിലുണ്ടായത് തീർന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ഞാൻ ഇത് ഇന്ന് അരച്ചതാണ്. ഇനി കുറച്ച് ദിവസത്തേക്ക് 2 ദിവസത്തേക്കുള്ളത് ഞാൻ ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് പിന്നെ പൊടികൾ ഞാൻ അത്യാവശ്യം ഉപയോഗിക്കില്ല കേട്ടോ. രാത്രിയെല്ലാം മാക്സിമം ഞാൻ രാത്രിയെല്ലാം പിന്നെ പൊടികളാണ് ഉപയോഗിക്കൽ. രാവിലെ ഞാനിങ്ങനെ അരച്ചിട്ട് തന്നെ ചുടും. ഈ നമുക്ക് അരച്ചിട്ട് ചുടുന്ന അരിപ്പത്തിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. പൊടിനെയും കാട്ടി നല്ല ടേസ്റ്റാണ് ഈ അരച്ചിട്ട് തന്നെ ചുടുന്ന പത്തിൽ. അപ്പോൾ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മാവെല്ലാം എൻ്റെ കൈക്കായതുകൊണ്ട്. അപ്പോൾ ഇതാ ഞാൻ പിന്നെയും ആ മാവിലേക്ക് തന്നെ പിന്നെയും ഞാൻ കൈ കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കൈ കഴുകിയത് വെറുതെ ആയിപ്പോയി. എന്തിന് കൈ കഴുകിയെന്നില്ല ഒരു പിടിയുമില്ല കേട്ടോ. അപ്പം മാവ് നല്ലതുപോലെ ഞാൻ ഇത് വാട്ടിയെടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇതിൽ ഒരു കാര്യമാണ് ഇത് വാട്ടൽ കേട്ടോ. എന്നാലും കുറച്ച് ആ വാട്ടി കുറച്ച് ശരിയാകുമ്പോൾ അത് നമുക്ക് ആ റൗണ്ട് ഷേപ്പിൽ തന്നെ ബോളായിട്ട് നമുക്ക് ആ കിട്ടുമ്പോൾ ആ മാവെല്ലാം വേകുമ്പോൾ നമുക്ക് നല്ലൊരു സുഖമാണ് കേട്ടോ അത് വാട്ടാൻ വേണ്ടിയിട്ട്. ആദ്യം ചെറിയ ഇങ്ങനെ കൈക്കാവലും അങ്ങനത്തെ എല്ലാം ഉണ്ടാവും. അപ്പം ഇങ്ങനെ നല്ലോണം ആവാത്തവരും നല്ല വൃത്തി വാട്ടുന്നവരെല്ലാം ഉണ്ടാവും. എനിക്ക് എന്തായാലും ഇങ്ങനെ കഴിക്കാവൂ കേട്ടോ. ഞാനിങ്ങനെ ഇതാക്കിയിട്ടാണ് എടുക്കൽ. അപ്പം ഇങ്ങനെ ഞാൻ ഉരുട്ടി എടുക്കും കേട്ടോ. പിന്നെ അപ്പം ഇത് അങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ നല്ലൊരു രസമാണ്. പിന്നെ അങ്ങനെ കഴിക്കൊന്നും മാവാവില്ല കേട്ടോ. പിന്നെ നല്ല രസമാണ് ഇത് ചൂടാൻ വേണ്ടിയിട്ട്. അപ്പം പൊടിഞ്ഞാകാട്ടിയും ടേസ്റ്റാണ്. പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പൊടിഞ്ഞാകാട്ടി നമുക്ക് പൊടി ചൂടുന്നതിനാകാട്ടിയും ഇങ്ങനെ കുറച്ചൊരു മെനക്കെട്ടാൽ നമുക്ക് അരിപ്പത്തിൽ തന്നെ നമുക്ക് അരച്ചിട്ട് തന്നെ ചൂടാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ ഉരുട്ടി പിന്നെ നല്ല രസമുണ്ടായിന്. അപ്പം പിന്നെയും ഞാൻ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ചും കൂടിയായിട്ട് അങ്ങനെ വിചാരിച്ചിട്ട് എനിക്കിങ്ങനെ നല്ല രസം കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിന്. നേരത്തെ പത്തിൽ വന്നിട്ടുണ്ടായിന്. അപ്പം ഞാൻ ഉരുട്ടിയിട്ടെല്ലാം എടുത്തിട്ടുണ്ടായിന്. അപ്പം ഇനി ഇത് ഉണ്ടയാക്കൽ പണിയാണ് കേട്ടോ. ആ തീ ഒന്ന് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിന്, പത്തിൻ്റെ ഓടിൻ്റെ ആ തീ. എന്നിട്ട് ഞാൻ വേഗം ഒന്ന് ബോൾസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പം നമുക്ക് പത്തിലൂടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ സമയം പിന്നെ ചൂടുന്ന സമയം ഇത് ഉണ്ടയാക്കി പിന്നെ ചുട്ട് അതിട്ട് അങ്ങനത്തെ എല്ലാം ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം ഇങ്ങനെ നേരത്തെ ഉരുട്ടിയിട്ടെല്ലാം വെച്ചാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും കാണൂല. എനിക്ക് മുമ്പൊക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ പത്തിലൂടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പത്തിലൂടാൻ വേണ്ടിയിട്ട്. പിന്നെ ആദ്യം മുമ്പൊക്കെ കല്യാണം കഴിഞ്ഞ സമയമെല്ലാം ഭയങ്കര മടിയാണ് ഈ പത്തിലൂടാൻ വേണ്ടിയിട്ട്. ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ പത്തിലൂടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യാൻ മറന്നേക്കൽ. ആർക്കെങ്കിൽ ഈ വീഡിയോ കൊണ്ട് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ
കുറവുകളെല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ഞാൻ തിരുത്താൻ ശ്രമിക്കാം. പിന്നെ വെച്ചാൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറന്നേക്കല്ലേ. എപ്പോൾ കാണുമ്പോൾ ഒന്ന് വേഗം ഇപ്പോൾ പറയുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ. അപ്പം കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കുന്ന ആൾ കുറേ പേരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാം മറക്കുന്ന ആൾ കുറേ പേരുണ്ട്. അപ്പം ഞാനെപ്പം വീഡിയോയിൽ പറയുന്ന പോലെ വലിയ നഷ്ടമൊന്നുമില്ലല്ലോ. ഒരു കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്നതിന് അമർത്തുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് അമർത്തിയിട്ട് പിന്നെ അപ്പോൾ മറക്കുന്നതാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതാ 10 ഞാൻ ചൂടുന്നുണ്ട്. 10 ഇങ്ങനെ ഓടിപ്പാന് നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര പിന്നെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് അതിന്. അപ്പോൾ ഞാൻ 10 നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓടുന്ന ഇങ്ങനെ 10 ഓരോന്നിടുമ്പോൾ ഇങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നീങ്ങല്ലേ, അതാണ് കേട്ടോ ഞാൻ പറഞ്ഞു ഓടിപ്പാന് നടക്കുന്നുണ്ട്. അപ്പം എന്താ ആദ്യത്തെ 10 തന്നെ എനിക്ക് എപ്പം അധികം പൊന്തില്ല കേട്ടോ. ഒരു ടൈമിൽ പൊന്തും, പക്ഷേ ആദ്യത്തെ 10 എപ്പോൾ എനിക്ക് ഫ്ലോപ്പാലാണ്. അപ്പം ഇന്നും അതേപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ പൊന്തായിട്ടല്ല, അതിൻ്റെ എന്തോ പിന്നെ ഒരു ചെറിയൊരു ഹോൾസ് കൊണ്ടിട്ടുണ്ടതിന്. അപ്പം അതിൽ ആവി പോയിട്ട് അങ്ങനെ ഇതായതാണ് കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ 10 അതേപോലെ തന്നെ ചെറിയൊരു ഹോൾസ് കൊണ്ടിട്ടുണ്ടതിന് അതും പൊന്തിയിട്ട്. അപ്പം ചെറിയൊരു മൂഡ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇത് ശരിയാവും, മൂന്നാമത്തെ എന്തായാലും ശരിയാവും, നിങ്ങൾ നോക്കിക്കോട്ടാ. അപ്പോൾ 10 ആദ്യത്തെ രണ്ടാമത്തെ പൊന്താത്ത എൻ്റെ മിസ്റ്റേക്ക് അല്ല കേട്ടോ. അത് ചെറിയൊരു ഹോൾസ് കൊണ്ടിട്ടുണ്ടായിന്. അപ്പോൾ അതിൽ ആവി പോയിട്ടാണ് കേട്ടോ. അപ്പം ഇതാ മൂന്നാമത്തെ പൊന്തി തുടങ്ങല കേട്ടോ. ഇനി ശരിയായിക്കോളൂ കേട്ടോ. ഇനി അങ്ങനെ ചുട്ട് ആ പൊന്തുന്ന കാണുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ. 10 ഇടാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഫീലാണ്. അപ്പം അങ്ങനെ 10 ഇങ്ങനെ ചുടുക കേട്ടോ. ആ പൊന്തുന്നേയും കണ്ടുകൊണ്ടും. അപ്പം 10 ചുട്ട് കഴിഞ്ഞാലും എനിക്ക് ഈ 10 ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു എന്നില്ല ഒരു ചിന്തയാണ് കേട്ടോ വരൽ. എന്താ വെച്ചാൽ പൊന്തുന്ന കാണുമ്പോൾ ഒരു ചൂടാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാര്യമാണ് കേട്ടോ 10 ഇടൽ. അപ്പോൾ ഇതാ ഓരോന്നായിട്ട് ഇങ്ങനെ പൊന്തിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. രാവിലെ എണീച്ച് നമ്മൾ മൊബൈൽ ഫോണോ ഒന്നും നോക്കാണ്ട് നമ്മൾ നേരെ പണിയിലേക്ക് കടന്നാൽ വലിയ പണിയെല്ലാം പെട്ടെന്ന് തീർത്തെടുക്കാം കേട്ടോ. നമുക്ക് ആ ഒരു സന്തോഷത്തോടു കൂടി ഒരു എനർജിയോടുകൂടി നമ്മൾ അടുക്കളയിലേക്ക് വന്ന് നോക്കിയാൽ ഇന്ന് ഒരു നല്ലൊരു മൂഡിൽ നമ്മൾ അടുക്കളയിലേക്ക് വന്ന് ആ പണികളെല്ലാം നല്ല സന്തോഷത്തോടു കൂടി തുടങ്ങി നോക്കിയൊക്കെ നമുക്ക് നല്ല വേഗം പണികൾ എളുപ്പമായും ചെയ്യും. നമുക്ക് വലിയ ബുദ്ധിമുട്ടും തോന്നില്ല. ആ പണിയെടുക്കുമ്പോൾ നമ്മൾ ഒരു ആത്മാർത്ഥതയോടുകൂടി ചെയ്താൽ നമുക്ക് നല്ലൊരു രസമായിരിക്കും കേട്ടോ ആ പണിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതാ ചോറിന് ഞാനിതാ വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളവും അരിയും എല്ലാം ഒന്നിച്ചാണ് ഇടൽ. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ അത് ചോറിൽ റൈസ് കുക്കറിൽ വെച്ചതിന് ശേഷം ഞാനിതാ ഉച്ചക്കേക്ക് വേണ്ട ചിക്കൻ കറി തയ്യാറാക്കുന്ന കേട്ടോ. രാവിലത്തേക്ക് വേണ്ട പത്തിലും മുട്ടക്കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിന് ചായ ഇപ്പോൾ രാവിലെ വെക്കൽ കുറവാണ് കേട്ടോ. എന്താ വെച്ചാൽ മക്കൾക്കും വേണ്ട എനക്കും വേണ്ട, പിന്നെ ആർക്കും വേണ്ട. അത് ചായ വെച്ചാൽ പിന്നെ അവിടെ തന്നെ ആവും കേട്ടോ. അതുകൊണ്ട് പിന്നെ ചായ ഞാനിപ്പം വെക്കില്ല. രാവിലെ മദ്രസ പോകുമ്പോൾ അവർക്ക് ചില സമയം പാലും വെള്ളം, അതില്ലെങ്കിൽ ചൂടുവെള്ളം അങ്ങനെയെല്ലാം ആക്കിയിട്ട് കൊടുക്കും കേട്ടോ. ഓരോർക്ക് ബൂസ്റ്റ് അങ്ങനെയെല്ലാം ആക്കിയിട്ട് കൊടുക്കും. അപ്പം അധികം ഇടയ്ക്കെല്ലാം ചൂടുവെള്ളവും പാലും വെള്ളവും അങ്ങനെയാണ് കേട്ടോ കുടിക്കൽ. അപ്പോൾ ഇതാ ഇന്ന് വറുത്തരച്ചിട്ട് ചിക്കൻ കറി വെക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ ഞാൻ സവാള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറിലാണ് വെക്കുന്നത്. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനിതാ രണ്ട് സവാളയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പം വറുത്തരച്ചിട്ട് ചിക്കൻ കറി വെക്കാൻ വിചാരിച്ച് ഏതായാലും രാത്രിയിലേക്ക് വരെ കറിയാവുമല്ലോ. അപ്പം രാത്രി നെയ്ച്ചോറ് വെക്കാൻ വിചാരിച്ച്. ഉച്ചക്ക് സദാ ചോറ് തന്നെ ആക്കാൻ വിചാരിച്ച്. എന്താ വെച്ചാൽ മക്കളൊന്നുമില്ലല്ലോ. അപ്പോൾ അവരുണ്ടെങ്കിൽ നെയ്ച്ചോറെല്ലാം കഴിക്കും. ഉച്ചക്ക് നമുക്ക് എന്തായാലും ചോറ് തന്നെ വേണം കേട്ടോ. അപ്പോൾ ചോറ് വേവിക്കുന്നത് ഒരു പ്രത്യേക ഒരു ഇത് തന്നെയല്ല, കുറച്ചായാലും ആ ചോറ് വേവിക്കുമ്പോൾ നല്ലൊരു ഫീലാണ്. അപ്പോൾ ഇതാ ഇപ്പുറം ഭാഗം ഞാനിതാ തേങ്ങ വറുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത്യാവശ്യം നല്ലോണം തന്നെ കരിയാമ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് പട്ടയും ഗ്രാമ്പുമെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഗരം മസാലയ്ക്ക് പകരമാണ് കേട്ടോ. അപ്പോൾ ഇതാ തലേ ദിവസം ഞാനിതാ തേങ്ങ ചിരകിയിട്ട് ഇതേപോലെ നീറ്റിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തേങ്ങ ചിരകൽ അവിടെ ഇവിടെ ആൽ അതൊന്നും പണിയില്ല കേട്ടോ. തേങ്ങ ചിരകാനെല്ലാം ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ ഈ തേങ്ങ ചിരകലും ആടിയുടെ ലാവലും അങ്ങനത്തെ എല്ലാം. അപ്പോൾ ഇതേപോലെ തലേന്ന് ഇങ്ങനെ തേങ്ങയെല്ലാം ചിരകി വെച്ചാൽ പിന്നെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ തേങ്ങയെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇപ്പുറത്തുനിന്ന് സവാള നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ആ സമയം ഇതാ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് ടൈം എടുക്കുന്ന പണിയെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പണി ഇപ്പുറത്തെ അടുപ്പിൽ ചെയ്യാം. അങ്ങനെയെല്ലാം നമുക്ക് ടൈം കുറേ ലാഭിക്കാം കേട്ടോ. അപ്പം അടുക്കളയിൽ തന്നെ നിൽക്കേണ്ട സമയം പിന്നെ കുറക്കാം കേട്ടോ.
അപ്പം ഇങ്ങനെ ചെയ്താൽ മതി. അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്ക് അത് നോക്കുക, ഇടയ്ക്ക് ഇത് നോക്കുക, അങ്ങനെയെല്ലാം ചെയ്യാം കേട്ടോ. അപ്പം ഇതാ ഇനി തക്കാളിയും സവാളയെല്ലാം വഴണ്ടി വന്നതിന് ശേഷം ഞാനിതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകില്ലേ, കാന്താരി മുളക്, അതും ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു പച്ചമണം മാറട്ടെ. ഇതാ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് മല്ലിയില ഇട്ട് കൊടുക്കുന്നില്ല, ബാക്കി കറി വെച്ചിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാൻ വിചാരിച്ച്. അപ്പോൾ ഇപ്പോൾ ഇതാ നല്ലൊരു മണം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിതാ 1 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ 2 ടേബിൾ സ്പൂണോളം ഞാൻ ഇതാ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഞാൻ ഇപ്പം ഇങ്ങനെ തട്ടിയിട്ടെല്ലാം ഇട്ട് കൊടുക്കും കേട്ടോ. എന്താ വെച്ചാൽ ഏകദേശം ഒരു അളവ് എനിക്കറിയാം. 1 ടേബിൾ സ്പൂണ് പിന്നെ ഇങ്ങനെ തട്ടിയിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചെല്ലാം ഒരു പിന്നെ നമുക്ക് പ്രാക്ടീസ് ആവില്ലേ. അപ്പോൾ അതേപോലെയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. സ്പൂൺ വെക്കാണ്ട് തന്നെ അങ്ങനെ തട്ടിക്കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടില്ല. ഇനി ഇതാ ഇന്നലെ പെരക്കി വെച്ചിട്ടുണ്ടായിട്ട് ചിക്കന്, അപ്പോൾ അത് ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തലേന്ന് ഞാൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ. ആ ചിക്കൻ ഇങ്ങനെ പെരക്കിയിട്ട് കഴുകിയിട്ടെല്ലാം പെരക്കിയിട്ട് വെച്ച്, അപ്പോൾ നല്ലതുപോലെ മുളകും പിടിച്ചിട്ടുണ്ടാവും ചിക്കനിൽ. ആ ചിക്കൻ ഒരു വൈറ്റ് കളറായിട്ട് കാണൂല കേട്ടോ. ആ മുളക് നല്ലതുപോലെ പിടിച്ചിട്ട് തന്നെ ഉണ്ടാവും. ഇനി ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം തലേന്നേ ഇങ്ങനെ പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്താലും നമുക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ പണിയെടുക്കാനും ആ ഒരു നല്ലൊരു സന്തോഷത്തോടു കൂടി പണിയെടുക്കുകയും ചെയ്യാം. നല്ലൊരു മൂഡായിരിക്കും കേട്ടോ പണിയെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് രാവിലെ എണീച്ചാൽ തന്നെ നല്ലൊരു മൂഡായിരിക്കും. ഇങ്ങനെയെല്ലാം ചെയ്താൽ വെച്ചാൽ പണികൾ കുറഞ്ഞല്ലോ, പണികൾ ഉണ്ടാവില്ലല്ലോ, അങ്ങനെ കട്ട് ചെയ്യേണ്ട പണികളില്ലല്ലോ, പിന്നെ ഇതെല്ലാം റെഡിയാക്കി വെച്ചതല്ലേ. അപ്പം നമുക്ക് ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് ആ ഒരു നല്ല മൂഡിൽ തന്നെ പണിയെടുക്കുകയും ചെയ്യാം, നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് പണിയെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം ഇങ്ങനെയെല്ലാം ചെയ്താൽ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുക്കർ മൂടിയിട്ട് വിസിൽ വരുന്നവരെ. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഞാനിതാ പിന്നെ ക്യാരറ്റ് വറുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കടു പൊട്ടിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മുമ്പേ, കടു പൊട്ടുമ്പോൾ ഞാനിപ്പോൾ പൊത്തും. ആ കൗണ്ടർ ടോപ്പിലെല്ലാം എണ്ണ തെറിക്കുന്നുണ്ടാകുന്ന കേട്ടോ. ഇനി ഇതാ വെളുത്തുള്ളിയും കറിവേപ്പിലയും അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നോക്കിയോ ആ കടു പൊത്തിയത് കൊണ്ട് ആ കൗണ്ടർ ടോപ്പിലൊന്നും ആയിട്ടാട്ടോ. ഇനി ഇതാ ഞാൻ നേരത്തെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റെല്ലാം നല്ല നമുക്ക് പിന്നെ ശരീരത്തിന് നല്ലതല്ലേ, ഇഷ്ടംപോലെ വിറ്റാമിനും എല്ലാം ഉണ്ടാവുമല്ലോ. എനിക്കിതിനെക്കുറിച്ച് അങ്ങനെ അറിയില്ല. വിറ്റാമിനും ബ്ലഡ് വർദ്ധിക്കാനും അങ്ങനെയെല്ലാം പിന്നെ ഇത് നല്ലതാണെന്നറിയാം. ഇപ്പം ഉപ്പും അതെല്ലാം ഇട്ടിട്ട് ക്യാരറ്റ് നല്ലതാണ്, എന്തായാലും ഹെൽത്തിന് നല്ലതാണെന്നറിയാം. അപ്പോൾ ചെറിയൊരു മധുരം ഉണ്ടെങ്കിലും കുട്ടികൾക്കെല്ലാം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. കുട്ടികൾക്കായാലും നമുക്കായാലും ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത് വറുത്തിട്ടെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു ചെറിയൊരു മധുരവും ആ ഒരു ഉപ്പും എരിവും ആ ഒരു ടേസ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു രസമല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ക്യാരറ്റെല്ലാം വറുത്തത്. അപ്പം ഹെൽത്തിനും നല്ലതാണ്. അപ്പം ഇങ്ങനെ നമ്മൾ തൊലി കളഞ്ഞാണ്ട് നമ്മൾ കഴുകിയെടുക്കാം കേട്ടോ. മറ്റേ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് കഴുകാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഇതെല്ലാം വിറ്റാമിനും എല്ലാം പോയി കിട്ടും. അപ്പം അതുകൊണ്ട് തൊലി കളഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. അതിനി ലോ ഫ്ലെയിമിൽ ഞാൻ അവിടെ വേവാൻ വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് അധികം വേവിയൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് ആയി കിട്ടൂലേ. അപ്പോൾ അതൊന്ന് അപ്പുറത്തെ അടുപ്പിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറം ക്യാമറ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നത്. ഇനി ഇത് ചിക്കനും കറിയെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നേരത്തെ ഞാൻ വറുത്ത തേങ്ങയിൽ അത് അരച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. ഇനി ഈ സമയം ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് ഇപ്പുറത്തുനിന്ന് എൻ്റെ ക്യാരറ്റ് ഇടാകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ആ വെളുത്തുള്ളിൻ്റെ എല്ലാം മണവും കിട്ടുന്നുണ്ട്, നല്ലൊരു മണമാണ് കേട്ടോ ഇങ്ങനെ. അപ്പം ഇതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചേ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, നല്ലോണം ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഞാൻ ലാസ്റ്റാണ് കേട്ടോ തേങ്ങ ഇട്ട് കൊടുക്കൽ. തേങ്ങ ആദ്യം ഇട്ട് കൊടുത്താൽ ആ തേങ്ങൻ്റെ ടേസ്റ്റും ആ ഒരു വെന്തിട്ട് തേങ്ങ എന്തോ ഉണങ്ങിയ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പം വറവിനെപ്പോൾ നമ്മൾ ലാസ്റ്റ് തേങ്ങ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പം വീണ്ടും ഞാൻ കറി ഇപ്പുറത്തേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഇത്
തേങ്ങ നല്ലതുപോലെ തിളച്ചില്ലേ കറി. അപ്പോൾ ഇതാ കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ആ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വറുത്തരച്ച കറിക്ക് ലാസ്റ്റ് ഒരു കുറച്ച് നല്ലോണം അധികം വേണ്ട, കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതാ നേരത്തെ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ അധികം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു തിള വന്നാലും നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റും ആയിട്ടുണ്ട്, ഉച്ചക്കത്തെ ചോറും എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഉച്ചക്ക് ചിക്കൻ കറിയും ക്യാരറ്റ് വറവാണ് കേട്ടോ. അപ്പം പപ്പടം ആണെങ്കിൽ വയ്യ പൊരിക്കും. ഇനി ഇതാ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുക്കളയിൽ കിച്ചണിലത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ആ കൗണ്ടർ ടോപ്പ് വലിയ ഒരു ഇതൊന്നും വന്നിട്ടില്ല കേട്ടോ, വലിയ കച്ചറയോ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയെല്ലാം എടുക്കുമ്പോൾ നമ്മൾ ഇതാ തലേന്നേ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയും എല്ലാം എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടോ ഒന്നും കാണുന്നില്ല. നമ്മൾ ഉള്ളിത്തോലോ അല്ല വെളുത്തുള്ളിത്തോലോ അല്ല തേങ്ങ ചിരകിയതിൻ്റെ ഇതോ ഒന്നും നമുക്കങ്ങനെ ഓയിൽ ഇപ്പോൾ കടുവെല്ലാം പൊത്തിക്കൊണ്ട് ഓയിൽ ഗ്യാസിൻ്റെ കൗണ്ടർ ടോപ്പിലോ അങ്ങനെ ഒന്നും ആവാണ്ടും അങ്ങനെയെല്ലാം നമുക്ക് നമുക്ക് തന്നെ നമ്മൾ ചിന്തിച്ചാലും നമുക്ക് ഇഷ്ടം പോലെ പണികൾ നമുക്ക് കുറക്കാം കേട്ടോ. അപ്പം നമ്മൾ തന്നെ ചിന്തിക്കാം, നമ്മളെ പണി ആരും എടുക്കാനില്ല, നമുക്ക് തന്നെ നമ്മളെ പണി എടുക്കണം. അപ്പം നമ്മൾ മടി പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ സന്തോഷത്തോടു കൂടി കൃത്യമായ പ്ലാനിങ്ങോട് കൂടി അപ്പം നമ്മൾ അത് ചെയ്താൽ നമുക്കൊരു ബുദ്ധിമുട്ടും തോന്നൂല കേട്ടോ. നമ്മളെ പണി നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്യും. പിന്നെ വെച്ചാൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, ഇനിയും പണിയുണ്ടോ എന്നില്ല ഒരു ചിന്തയേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും നമ്മൾ തന്നെയല്ലേ ആ പണിയെടുക്കേണ്ടത്. അപ്പം നമ്മൾ തന്നെ സന്തോഷത്തോട് കൂടിയിട്ട് ആ പണി എന്തായാലും എടുക്കുക. അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ ചിന്തിക്കൽ. ആ ഒരു മടി പിടിക്കുന്ന സമയം ഇങ്ങനെ ഒന്ന് ചിന്തിക്കലാന്ന് ഞാൻ. അപ്പം എനക്ക് തന്നെ ഭയങ്കര സന്തോഷവും പണിയെടുക്കാനും ഒരു ഇൻട്രസ്റ്റും എല്ലാം തോന്നും കേട്ടോ. അപ്പം എൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞതെന്നേലും. അപ്പോൾ ഇതാ ഞാൻ മക്കൾ മദ്രസ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതാ പത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മുട്ടക്കറിയെല്ലാം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനത്തെ കറികൾ പ്രത്യേകിച്ച് ഇങ്ങനെ മുളക് കറി വെക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമില്ല കാര്യമാണ് കേട്ടോ. മീനും പിന്നെ കടലക്കറി അങ്ങനത്തെ എല്ലാം കൊടുത്താൽ അവരെ അന്നത്തെ മൂടേ പോവും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കറി ഡെയിലി ഇങ്ങനത്തെ കറി വെച്ച് കൊടുക്കാനൊന്നും കഴിയില്ലല്ല. എന്താ വെച്ചാൽ പിന്നെ നമുക്ക് ഡെയിലി കഴിക്കുമ്പോൾ എന്തായാലും ഒരു രസം ഉണ്ടാവില്ല. പിന്നെ അവരെന്നെ ചോദിക്കും, പിന്നെ ഇന്നും ഇതന്നെയോ എന്ന് ചോദിക്കും. അങ്ങനെ കുറേ അനുഭവം ഉണ്ടായിന് എനിക്ക്. അപ്പോൾ അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വലിയൊരു പിന്നെ ഒരു യുദ്ധം തന്നെ നടന്നിട്ടുണ്ട് അതിൻ്റെ കേട്ടോ ഇവരെ. അപ്പം ഇവരെ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ രാവിലെ പ്രാഷൻ മുട്ട് പറിച്ചിട്ടുണ്ടായിന്. അപ്പോൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞിട്ട് സോഡയിലാക്കി തരുമോ ചോദിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ സോഡ വലിയ ഇതിൽ മക്കൾക്ക് അങ്ങനെ കൊടുക്കുന്നതൊന്നും വലിയ താല്പര്യമില്ല കാര്യമല്ല. എൻ്റെ ലാസ്റ്റ് ഇങ്ങനെ കുറേ പറഞ്ഞതിന് ശേഷം ഞാൻ എന്താക്കി, എന്നാൽ പിന്നെ ഒന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരു സോഡ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതാ പ്രാഷൻ മുട്ട് പുറത്തുനിന്ന് പറിച്ചതാണ്. അത്യാവശ്യം നല്ല പൊഴുത്ത പ്രാഷൻ മുട്ടാണ് കേട്ടോ. അപ്പം സോഡ വാങ്ങിച്ചിട്ടുണ്ടായിന്. അപ്പോൾ സോഡ ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞാലും മുമ്പൊക്കെ ഇങ്ങനെ എൻ്റെ മൂത്ത മോനിങ്ങനെ പീടിയിൽ എന്തിനെങ്കിലും കാര്യത്തിനയക്കും ദിവസവും. അപ്പോൾ ഡെയിലി പോയാൽ കുറേ ടൈം കഴിഞ്ഞിട്ട് വരും കേട്ടോ. അപ്പോൾ എന്താണ് സംഭവം എന്ന് എനിക്ക് ഒരു പിടിയും കിട്ടില്ല. അപ്പം ഞാൻ ലാസ്റ്റ് ആ പീടിയിലത്തെ അവരോട് ചോദിച്ചപ്പം പറഞ്ഞ് പിന്നെ ഡെയിലി സോഡ കുടിക്കലുണ്ട്, സോഡയും ലൈം സോഡ കുടിക്കലുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ അവരോട് പറഞ്ഞു ഇനി ആ സോഡ കൊടുക്കണ്ടെന്ന്. അപ്പം അങ്ങനത്തെ എല്ലാം ഒരു ഇതുണ്ടായിന് കേട്ടോ. അപ്പോൾ സോഡ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എന്നാലും എപ്പോഴെങ്കിലും ഒന്ന് വാങ്ങിച്ചോട്ട് നിരയിച്ചിട്ട് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. ഈ പ്രാഷൻ മൂട്ടിൽ സോഡ ഒഴിച്ച് കുടിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ല രസമാണ്. അപ്പം ഒന്ന് ഞാൻ വാങ്ങിച്ചോന്ന് പറഞ്ഞതാണ് കേട്ടോ. അന്നേരം ഓൻ പറഞ്ഞ് 2 എണ്ണം വാങ്ങിക്കുക, തേയൂല 2 എണ്ണം വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ സോഡ അത്ര നല്ലതല്ല, അതുകൊണ്ട് ഒന്ന് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെ പിന്നെ നമുക്കൊരു ഇഷ്ടം ഉണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു ഇഷ്ടത്തിന് വേണ്ടി എപ്പോഴെങ്കിലും കൊടുക്കുന്ന അതൊക്കെ പ്രശ്നമില്ലല്ലോ അവർ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ പ്രാഷൻ മുട്ട് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ ഇതിലേക്കാക്കുമ്പോൾ അവരടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തണുത്ത വെള്ളത്തിലാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു, പക്ഷേ സോഡയിലാക്കിയാലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇതാ പഞ്ചസാരയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതാ സോഡ ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓനിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, ഇത് എനക്കറിയില്ല കേട്ടോ, പക്ഷേ ഓനിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് ഇതിങ്ങനെ കലക്കിയിട്ട് ഇപ്പോൾ സോഡ ഒഴിക്കും തോറും നമ്മൾ ഇങ്ങനെ കലക്കണമെന്ന്. അപ്പം നേരത്തെ ഞാൻ മൂട് തുറന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പം അതിൻ്റെ ഗ്യാസെല്ലാം പോയിട്ടുണ്ടായിന്. അപ്പോൾ ഓൻ അന്നേരം പറഞ്ഞിട്ടുണ്ടായിന് നേരത്തെ മൂട് തുറന്നുകൂടാന്ന്. അപ്പം പഞ്ചസാര കലക്കിയതിന് ശേഷം ഇതിങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ കലക്കണം, പൊന്തി വരുമ്പോൾ ഇങ്ങനെ കലക്കണം എന്ന് ഓനിങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഞാനിങ്ങനെ കലക്കിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം വലിയൊരു അവരെ മൂടെല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയൊരു പതയും ഇതൊന്നും വരാത്തതുകൊണ്ട് അന്നേരം പറഞ്ഞിട്ടുണ്ട് ഉമ്മാനോട്, ഞാൻ പറഞ്ഞതല്ലേ അത് പിന്നെ തുറക്കണ്ട എന്ന് പറഞ്ഞതല്ലേ എന്ന്. പക്ഷെ എനിക്കറിയുന്നുണ്ടായിട്ടാണ് ഞാനത് തുറക്കുകയും ചെയ്തിട്ടുണ്ടായിന്. അപ്പം ഇത് മൂത്ത മോൻ പറയുന്നുണ്ട് ഇത് തേയൂല എന്തായാലും, അന്നേരം പറഞ്ഞിട്ട് ഞാൻ 2 സോഡ മേടിക്കാൻ എന്നല്ല ഓനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു തേയുന്നത്ര കുടിച്ചാൽ മതി, സോഡയല്ലേ പിന്നെ അധികം കുടിച്ചുകൂടാന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഗ്ലാസ്സിൽ ഇങ്ങനെ ആക്കിയിട്ട് വെക്കുന്നുണ്ട്. അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. ഞാനിങ്ങനെ ഒരിക്കൽ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുടിച്ച് നോക്കിയിട്ടുണ്ടായിന്. നല്ല ടേസ്റ്റും നല്ലൊരു രസവും ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഇങ്ങനെയെല്ലാം ട്രൈ ചെയ്യുക, പുറത്തില്ല നമ്മളെ പ്രാശമുട്ടെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെയെല്ലാം ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, തണുത്ത വെള്ളത്തിലായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഗ്ലാസ് നിറയാത്തതുകൊണ്ട് അവരിങ്ങനെ കറിയാന്നിട്ട് ചെയ്യുന്നുണ്ട്. ഗ്ലാസ് നിറഞ്ഞിട്ട് അവർ ഇങ്ങനെ, ഞാൻ അന്നേരം പറഞ്ഞില്ലേ 2 സോഡ വാങ്ങിക്കുക അങ്ങനെയെല്ലാം പറഞ്ഞ് ഭയങ്കര കരച്ചിലായിന് കേട്ടോ. ലാസ്റ്റ് ഞാൻ എന്താക്കി കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തട്ട. അതിനെ പിന്നെ ഭയങ്കര കരച്ചിലതിന് തണുത്ത വെള്ളം ഒഴിച്ച് സോഡൻ്റെ ടേസ്റ്റ് പോയി എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേണമെങ്കിൽ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബായ്.